കാവേരിയുടെ. പുതിയതായിട്ട് പണിത ബ്രിഡ്ജല്ലേ അത് അപ്പുറത്തുള്ള ഇത് പഴയ ബ്രിഡ്ജ്. എന്നിട്ട് ഇത് വൺ വേ ആക്കിയെന്നു അല്ലേ? വീണ്ടും നമ്മള് കാവേരി. നമ്മളെപ്പോഴും എവിടെ പോയാലും ഈ റോഡിന് കിഴക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാവേരി ക്രോസ് ചെയ്ത് വേണം പോകാൻ. അയ്യോ കോള നിറഞ്ഞു കിടക്കുവോ അല്ലേ? ഇല്ല ഉണ്ട്. നടക്കാവുന്ന അമ്പലമൊന്നും നാമക്കൽ ബസ്സിലേക്ക് നമ്മൾ കയറുക. ഇതാണ് പള്ളിപ്പ. ബ്രിഡ്ജ് പണിയുവാണ്. പറഞ്ഞിട്ട് ഈ റൈറ്റിലേക്കാ പോകണ്ടേ? റോഡില്ല. ആ വിശേഷമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ തിരിയുവാണ്. മൊത്തം പുലുക്കുവാ. ഈ മുമ്പിൽ പോകുന്ന ബസ് നാമക്കല് പോകുന്നത്. അപ്പൊ നമ്മളും നാമക്കല പോകുന്നു കേട്ടോ. പോയി നമുക്ക് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് കാണിച്ചു തരാം അല്ലേ ചേട്ടാ? വണ്ടിയുടെ പുറകെ പോകാം. കാരണം നമുക്ക് അല്ലാതെ റോഡ് മനസ്സിലായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് പണിയുന്നോട് മാറ്റി വിട്ടേക്കുന്നേ. ഒരു ഡൈവേർഷൻ. ഗവൺമെന്റ് സ്കൂളിന്റെ എല്ലാം യൂണിഫോം ഒരുപോലെയാണ് തോന്നുന്നു അല്ലേ? ഗവൺമെന്റ് ബസ് വരുന്നു, പുറകെ പ്രൈവറ്റ് ബസ് വരുന്നു. അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകേണ്ടതുണ്ടായിരുന്നുള്ളൂ നമുക്ക്. പക്ഷെ ഇത് കറക്കി വിടുവാ. വീണ്ടും കറക്കി വിടുന്നു അല്ലേ? എനിക്കറിഞ്ഞിട്ട് SPB ഇല്ല, മില്ലില്ലേ, അതുവഴി എങ്ങാണ്ട് ഇറക്കണം. ഇനിയും കൊടുക്കും വരും. എന്നാലും അവിടുന്ന് കുറച്ച് മാറിയപ്പോഴത്തേക്ക് സ്കൂൾ ബസ്സൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ നിൽക്കൂല്ലേ? 9:45 കഴിയുമ്പോ പിന്നെ ആദ്യം പറയണ്ടേ മേളിൽ കൂടെ ട്രെയിൻ പോകണം. ഇവിടെയായിരുന്നു പ്രശ്നം, ഈ ട്രാക്കുള്ള കാരണം. ഇതും കുറെ നാള് ബ്ലോക്ക് ചെയ്ത് പണിതാ. ഇപ്പോഴാണ് പള്ളിപ്പാളയത്തിൽ ഒരു ഓവർ ബ്രിഡ്ജ് പണിയുന്നത്. SPB കോളനി എത്തി.
അതിനകത്ത് പോയിട്ടുണ്ട് അല്ലോ. അതിനകത്ത് എന്തിനാ പോയത് നമ്മള്? ബുക്ക് കൊടുക്കാൻ. അവിടെ ഒരു സ്കൂളുണ്ട് അതിനകത്ത്. രണ്ട് സൈഡും കോളനിയാണ്. അതെന്തിനാന്നാ പറയണേ SPB കോളനി അങ്ങനെ പറയുമ്പോ? ശേഷായി പേപ്പർ ബോർഡാണ് SPB എന്ന് പറയുന്നത്. അവരുടെ സ്റ്റാഫിന്റെ ക്വാർട്ടേഴ്സ് അത്. എന്നിട്ട് ഇതിനകത്ത് തന്നെ സ്കൂളും ഒക്കെ കൂടെ അല്ലേ? അല്ല, എല്ലാ ഫെസിലിറ്റിയും ഉണ്ടോ? എല്ലാ ഫെസിലിറ്റിയും. നമ്മൾ ഈ മിലിറ്ററി ക്യാൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അല്ലേ? അതാണ് തൃച്ചങ്കോട് നേരെ കാണുന്നതല്ലേ മല? തൃച്ചങ്കോട് മല. തൃച്ചങ്കോടിന്റെ അകത്താണ് തൃച്ചങ്കോട് സിറ്റി അല്ലേ ചേട്ടാ? ടൗണ്. സിറ്റി ഒന്നും ഇല്ല, മാത്രം ചെറുതല്ലേ? എല്ലാ സിറ്റിയാണ്. നല്ല തിരക്കാ. ജോലിക്ക് പോകുന്നതും സ്കൂള് ഒക്കെ ആയിട്ട്. റൈറ്റ് തിരിയണേ. അങ്ങോട്ട് റൈറ്റ് തിരിയണം അല്ലേ? നേരെ മേട്ടൂരാന്ന് തോന്നുന്നു അല്ലേ? നേരെ പോയാൽ ശങ്കഗിരി വരും. ശങ്കഗിരി മേട്ടൂർ പോവാം. മേട്ടൂർ ഡാം സിഗ്നലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടുന്ന് ബസ് കയറിയില്ലേ? അവന് ഈ വഴി വരും, ഇങ്ങോട്ട് പോയി. അവന്റെ പുറകെ പോയാലേ നമ്മളെ പിടിച്ച് നിർത്തും. മല. അപ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ സന്തോഷ് ചേട്ടൻ വീഡിയോ പിടിക്കുന്നുണ്ട്, മൊബൈലൊക്കെ വെച്ചിട്ട് നല്ലതായിട്ടാണ് പിടിക്കുന്നത്, വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്തോഷ് ചേട്ടന് സുഖമില്ലാത്തതാണ്, അപ്പോൾ സ്ട്രോക്ക് വന്നതാണ്. വെളിയിലേക്കൊക്കെ പോകുമ്പോൾ ഒരു സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. വീഡിയോയ്ക്ക് നീളം കൂടുന്നതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി നാളെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ദിവസവും 8:30 ഉണ്ടാകുന്നത് കേട്ടോ. രാത്രി 8:30. അപ്പോൾ എല്ലാവരും കാണണം, കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ബൈ.